ശ്രീ GS ജയലാൽ. സർ, ഈ പട്ടികജാതി നഗരങ്ങളുടെയും സെറ്റിൽമെൻറ്റുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുന്ന അംബേദ്കർ വികസന പദ്ധതി മാതൃകാപരമാണ് സർ. ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ 1 കോടി രൂപയാണ് അതിന് അനുവദിക്കുന്നത്. എന്നാൽ ഈ 1 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നിലധികം നഗറുകൾ വികസിപ്പിക്കാൻ സാധ്യതകളുള്ള സ്ഥലങ്ങളിൽ ഒരു നഗറിന് 1 കോടി ചെലവഴിക്കാതെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും അഡീഷണലായിട്ട് കൂട്ടിച്ചേർക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അനിവാര്യമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതും ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ചില കെട്ടിടങ്ങൾ, എന്നാൽ അനിവാര്യമായ സംഗതികളുള്ള തൊട്ടടുത്ത് നഗറുകളുണ്ട്. അപ്പോൾ ഇത് ക്ലബ് ചെയ്ത് നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഈ പണം ഉപയോഗിച്ച് തന്നെ നമുക്ക് കൂടുതൽ കുടുംബങ്ങൾക്ക് അനിവാര്യമായ ഘടകങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ നടപടി സ്വീകരിക്കുക സർ. അതുപോലെ തന്നെ സർ, നമ്മുടെ ഭവന നവീകരണ പദ്ധതിയായ സൈഫ്, ആ പദ്ധതി കൂടുതൽ വിപുലീകരിക്കുന്നതിന് എണ്ണം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യമിടുന്നുണ്ടോ സർ? നടപ്പ് സാമ്പത്തിക വർഷം അപേക്ഷിച്ചിട്ടുണ്ട് സർ. ഈ പറയുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട MLA-മാരും എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിബന്ധന പ്രകാരം 25 വീടുകളുള്ള ഉന്നതിയാണ് നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ പല ഉന്നതികളിലും 25 യൂണിറ്റ് വീടുകൾ താഴെയാണ് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്തുള്ള 2 ഉന്നതികളെ ചേർത്തുകൊണ്ട് ഒരു ക്ലസ്റ്ററായിട്ട് യൂണിറ്റ് രൂപീകരിക്കുകയും അങ്ങനെ രൂപീകരിക്കുന്ന ഉന്നതി യൂണിറ്റിന് 1 കോടി രൂപ കൊടുക്കുന്ന രീതി നമ്മളിപ്പോൾ സർക്കാർ ഉത്തരവിറക്കി ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ 15 അതിൽ കുറവുള്ള 15-ൽ താഴെയുള്ള ഉന്നതികളിൽ പ്രത്യേക ഒരു ഘടക പദ്ധതിയായിട്ട് നമ്മൾ ഐശ്വര്യ ഗ്രാമം എന്ന രീതിയിൽ ഒരു പുതിയ പദ്ധതി കൂടി നടപ്പാക്കുന്ന എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്.